ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നവറാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നവറാസ് കിച്ചൻ്റെ മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം സ്പൈസി ആയിട്ടുള്ള ഒരു സീ ഫുഡ് ആയിട്ടാണ്. നല്ല ഞണ്ട് വരട്ടിയതാണ്. നല്ല മസാല ഒക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്ത അതാണ്. നമ്മൾ നല്ല ഡ്രൈ ആയിട്ടാണ് ആക്കിയെടുത്തിട്ടുള്ളത്, ലൂസായിട്ടല്ല. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ മുന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ നവറാസ് കിച്ചൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. അപ്പോൾ നവറാസ് കിച്ചൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ നമ്മുടെ സാധാ പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം. ഒരുപാട് റെസിപ്പീസ് അതിലുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഐറ്റംസും അതിൻ്റെ അളവുകളും ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നവറാസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പത്തിലുള്ള ഞണ്ട് തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നീല കളറിലുള്ള ടൈപ്പ് ഞണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ നടു മുറിച്ചിട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളതിൻ്റെ ആ പല്ല് പോലുള്ള ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വലിയ ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ഉള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 3 എടുത്തത്. നമ്മുടെ ഒരു മീഡിയം സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 4 5 ഒക്കെ ആവാം. അപ്പോൾ നല്ലൊരു വരട്ടിയെടുക്കണമെങ്കിൽ കുറച്ചധികം ഉള്ളി മസാല ഇട്ടിട്ട് വേണം നമ്മളിതിനെ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ആ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞണ്ട് 1 കിലോ അല്ല കേട്ടോ, 1 കിലോയുടെ മുകളിലുണ്ട്. അത് ഏകദേശം 2 കിലോയോളം ഉണ്ട്. കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടായതുകൊണ്ട് തന്നെ അത്രത്തോളം ഉണ്ട് അത്. അപ്പോൾ ഉള്ളിയെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നല്ലോണം വഴന്ന് വരണം ഉള്ളി. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാനൊരു അളവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല ഒക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഒന്നും കൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞണ്ട് ചേർത്തതിൻ്റെ ഒക്കെ ശേഷം നമുക്കറിയാം. അപ്പോൾ വേണമെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ നല്ല പോലെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി. നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4 പച്ചമുളക് ഞാൻ നടുകെ കീറിയിട്ടിട്ടുണ്ട്. ഈ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് 4 ഇട്ടിട്ടുണ്ട്. പച്ചമുളകും ചേർത്ത് വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ച് അതൊരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ആ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ച മണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് അതിൽ കിടന്ന് നല്ലോണം വെന്തിട്ടുണ്ട്, കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. തക്കാളി അധികം ചേർത്തിട്ടില്ല. തക്കാളി ഒരു വലിയ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തക്കാളി നല്ല വഴന്നു വന്ന ശേഷം ഞാൻ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയുടെ അളവ് കുറച്ചത്, പുളി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പുളിയുടെ വെള്ളം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. പുളിയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പുളിയും തക്കാളിയും കൂടെ മിക്സ് ആകുമ്പോൾ ഏകദേശം ആ മീനിലേക്കുള്ള പുളി അത്യാവശ്യമാവും. നമ്മൾ ഈ ഫിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നമ്മൾ സാധാ പുളിയുടെ ഒരു രസം കിട്ടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. തക്കാളി തന്നെ നമ്മൾ ഒരുപാട് ഇട്ടാൽ ചിലപ്പോൾ വേണമെങ്കിൽ അതിനൊരു മധുര ടേസ്റ്റൊക്കെ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ തക്കാളി കുറച്ചിട്ട് പകുതിക്ക് പുളിയാക്കി ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് കുക്കായി വരട്ടെ. ഇനി അത് കുക്കായി വന്നതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത്. കാരണം മുളക് പൊടി നമ്മൾ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആകെ എരിവായി പോകും. കാരണം നമ്മൾ ആദ്യം തന്നെ 4 പച്ചമുളക് അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നാടൻ മുളക് പൊടി ചേർക്കാതെ കാശ്മീരി ചേർത്തത്. കാശ്മീരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന്
ഇളക്കിയെടുക്കുക. അതിനെ ഒന്ന് മിക്സ് ആക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല സ്പൈസിയിലാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഞണ്ട് കഴിക്കുമ്പോൾ ഞണ്ടിനൊരു മധുരം പോലെയാണല്ലോ അതിൻ്റെ ഇറച്ചി ഉണ്ടാവുക. എത്ര നമ്മൾ സ്പൈസി ചേർത്താലും അതിൻ്റെ ഉള്ളിലത്തെ മാംസത്തിന് സ്പൈസി പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഗ്രേവിക്കുള്ള ഒരു സ്പൈസ് നന്നായിട്ട് കിട്ടും. ഇനി ഞാനിവിടെ കുറച്ച് ഫിഷ് മസാല ചേർക്കുന്നുണ്ട്. സാറാസിൻ്റെ ഫിഷ് മസാലയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതും നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ ആ ഫിഷ് മസാലക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അര ഗ്ലാസ് വെള്ളം. അതെടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കിയിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാല ഒന്നും കൂടി നന്നായിട്ട്, ആ തക്കാളിയൊക്കെ എപ്പോഴും ഒരു കഷ്ണം പോലെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കാവണം. അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം ഒരിത്തിരി ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത ശേഷം നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാല കുക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മസാല പൊടിയുടെ ആ കുത്തൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഫിഷ് മസാലയും മുളകും പൊടിയൊക്കെ ചേർത്തിൻ്റെ കുത്ത് വല്ലാതെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ എരിവൊക്കെ അതിലേക്ക് വന്നപ്പോൾ ഉപ്പിന് എങ്ങനെയായാലും വേണ്ടി വരും. നമ്മൾ പുളി ചേർത്തിട്ടുണ്ട്, തക്കാളി ചേർത്തിട്ടുണ്ട്, എല്ലാം കൂടെ ആയപ്പോൾ ഉപ്പ് എങ്ങനെയായാലും വീണ്ടും ചേർക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ചേർക്കുന്നത് നല്ലത്, പിന്നീട് വേണമെങ്കിൽ ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഒന്നുകൂടെ ചേർത്ത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരിയും കൂടെ വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം ഉള്ളതുകൊണ്ട് നമ്മളെ ഗ്രേവി നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. അപ്പം ഞണ്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടിൻ്റെ പീസുകൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞണ്ടിട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര പണിയാവും. കാരണം ഞണ്ട് കണ്ട് ഉടയൂല അല്ലാതെ. അതിൻ്റെ ആ ഒരു കാലും അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. എന്നാലേ അതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ വലിയ ഞണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സാക്കി എടുക്കാൻ കുറച്ച് പണിയായിരിക്കും ചെറിയ പാത്രത്തിലൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഗ്രേവീനെ നന്നായിട്ട് ഞണ്ടിലേക്ക് മിക്സാക്കിയിട്ട് പിടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം മിക്സ് ആയപ്പോൾ ഞാനൊന്നവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അതിൻ്റെ ശേഷം ഞാനൊന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ കാലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ നീല കളറൊക്കെ പോയിട്ട് ആ മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു കളറ് മാറി, ചൂട് തട്ടിയപ്പോൾ ഒരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഇല്ലാതെ നല്ലോണം അതിനെ വേവിച്ച് വറ്റിച്ചെടുക്കണം. വെള്ളം വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം വെന്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കുക. കുറച്ച് കറിയായിട്ടാണ്, ഞണ്ടിൻ്റെ കറിയായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. നമ്മളിപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി പോലെ ആക്കാനാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നവറാസ് കിച്ചൻ്റെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.